ഈ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനാണ്. നിങ്ങൾക്കറിയണം, ഈ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി ഇന്ത്യ മുന്നണി നയിക്കുന്ന ഈ വലിയൊരു സംഘർഷം ഭാരതത്തിന്റെ ആത്മാവിന്റെ ഒരു സംഘർഷമാണ്. നമ്മൾ ജനാധിപത്യം സംരക്ഷിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവും ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ അർദ്ധരാത്രി കൊണ്ട് ജയിലിൽ കൊണ്ടുവരുന്നത്, നമ്മൾ കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിനെ നിരോധനം ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾ കണ്ടുകഴിഞ്ഞ കാര്യങ്ങളാണ്. CBIനെയും EDയും ഇൻകം ടാക്സ് ആയാലും ഒക്കെ അയലുമായിട്ട് മാറ്റിയിട്ട് സർക്കാർ ദുരുപയോഗം ചെയ്യുന്നത്, ഇതെല്ലാം ജനാധിപത്യ വിരുദ്ധമാണെന്ന് നമുക്കറിയാം. പക്ഷേ അത് ഈ BJP സർക്കാരിന്റെ ഭയത്തിന്റെ ഒരു തെളിവുമാണ്. അവർക്ക് നല്ലപോലെ അറിയാം, അവർക്കും കണക്ക് ചെയ്യാൻ അറിയാം, ഈ തവണ വിജയം അവരായിരിക്കില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ഒരു വിഷയം മാത്രമാണ്, കഴിഞ്ഞ 2019 അവർക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞു. മാത്രമല്ല, ചില സംസ്ഥാനങ്ങൾക്ക് അവർ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കാത്ത റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ഈ തവണ നമുക്ക് ആത്മാർത്ഥ ധൈര്യത്തോടെ പറയാൻ സാധിക്കും, അവരുടെ ഒരൊറ്റ മാർഗം എന്നും താഴേക്ക് 32 സീറ്റ് അവർ ഇന്ത്യയിൽ നഷ്ടപ്പെട്ടാൽ അവർ ഭൂരിപക്ഷം പോയി. അതിനെക്കാട്ടും നഷ്ടപ്പെടുന്നതാണ് എല്ലാവരും തെളിവാണ്. 2 ഉദാഹരണം തരാം. കഴിഞ്ഞ ആഴ്ചത്തെ പോളുകൾ വന്നത് കർണാടകയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് 1 സീറ്റ് കിട്ടിയിരുന്നു. പോളുകൾ പറയുന്നു, ഒരു പോൾ പറയുന്നു 17 സീറ്റ്, വേറെ പോൾ പറയുന്നു 20 സീറ്റ് കോൺഗ്രസ്. തെലങ്കാനയിൽ നമുക്ക് 2 സീറ്റ് കിട്ടിയിരുന്നു കഴിഞ്ഞ തവണ. ഈ തവണ ഒരു പോൾ പറയുന്നു 10 സീറ്റ്, വേറെ പോൾ പറയുന്നു 12 സീറ്റ്. ഹരിയാനയിൽ 0 കിട്ടി കഴിഞ്ഞ തവണ. ഇപ്പോൾ ഒരു പോൾ പറയുന്നു 5 സീറ്റ്, വേറെ പോൾ പറയുന്നു 7 സീറ്റ്. ഇനി മൊത്തത്തിൽ കോൺഗ്രസിന്റെ സീറ്റ് എണ്ണം കൂടുന്നു ജനങ്ങളുടെ മനസ്സിൽ ഒരേ സമയത്ത് സർക്കാർ താഴുന്നു. അതുകൊണ്ട് നമ്മൾക്ക് കേരളത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചിട്ട് ഡൽഹിക്ക് അയച്ചാൽ അവരുടെ ഭൂരിപക്ഷമാണ് ഈ രാജ്യത്തെ വീണ്ടും കയ്യിലെടുക്കാൻ പോകുന്നത്. അതാണ് ഞാൻ എല്ലാവരോടും ശ്രദ്ധ വയ്ക്കാൻ പറയുന്നത്. ജനങ്ങളോട് നമ്മൾ ഇറങ്ങുമ്പോൾ അവരോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമാണ്, നിങ്ങൾക്ക് ഏത് വിധത്തിന്റെ ഭാരതത്തിലാണ് ജീവിക്കാൻ ആഗ്രഹം? വർഗീയതയും വിദ്വേഷവും ഭയവും മുങ്ങിയ ഒരു ഭാരതമോ, അതോ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പുരോഗതി ചെയ്യുന്ന ഒരു ഭാരതം, എല്ലാ മതം, എല്ലാ ജാതി, എല്ലാ ഭാഷ, എല്ലാ നിറം, എല്ലാ സംസ്ഥാനങ്ങളിലെ വ്യക്തികളെ ഒരേപോലെ കാണുന്ന ഒരു ഭാരതമാണ് വേണ്ടത്? നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് എന്താ വേണ്ടത്, അതുതന്നെയാണ്. ആ ഭാരതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശക്തമായി നിൽക്കും കൂടി പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ എത്തി, ദൈവയുടെ അനുഗ്രഹം മേടിച്ച ശേഷം, നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയ ശേഷം ഞാൻ പ്രാർത്ഥനയോടും നിങ്ങളെല്ലാവരും അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്ന ആദ്യത്തെ ദിവസമാണ് പര്യടനത്തിൻ്റെ. ഇനിയും നമ്മൾ ഈദ് ദിനവും വിഷു ദിനവും ഒഴിച്ചിട്ട് നമ്മളുടെ എല്ലാ ബ്ലോക്കിലും കവർ ചെയ്തിട്ട് ഈ അടുത്ത 15-16 ദിവസം, ഈ മറ്റേ 2 ദിവസം ഒഴിവാക്കി 16 ദിവസം നമ്മൾ പര്യടനത്തിന് ഉണ്ടാവും. അതിനിടയിൽ കൂടി ചില നമ്മളുടെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾക്കോട് വരികയാണെങ്കിൽ നമുക്ക് ചില സമയം മാറ്റി വരും. പക്ഷെ അതൊഴിച്ചിട്ട് നമ്മളെല്ലാവരും ഈ പര്യടനത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ പ്രചരണവും നിങ്ങളുടെ ആവേശവും നിങ്ങളുടെ ഒഫീസാണ് എനിക്ക് ശക്തി തരുന്നത്. ഒരിക്കലും കൂടി പൂർണ്ണ ആത്മവിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്, ജയ് UDF. അഭിവാദ്യങ്ങൾ ശശി തരൂരിന് അഭിവാദ്യങ്ങൾ. ശശി തരൂർ നേതാവേ. शिवे सर्वार्थ साधिके शरण्ये त्रयंबके गौरी नारायणी नमस्ते. മരുൻകുടി വാഴും മഹാദേവിയുടെ പാതാരബന്ധങ്ങളിൽ സദാഹോ പരിപാടി. മരുൻകുടി വാഴും മഹാദേവിയുടെ തിരുസന്നിധിയിൽ നിന്നും ഇതാ ബന്ധങ്ങളിൽ സദാഹോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ ജനനാ
കർമ്മധീരമിത കടന്നു വരുന്നു. ഈ നാടിന്റെ പ്രിയപ്പെട്ടവനിത കടന്നു വരുന്നു. ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ബുദ്ധിയോടെ വിനയത്തോടെ വിനയാന്യനായി നമ്മുടെ ശിരസ്ഥനായി ബുദ്ധിധുരനായി കൊണ്ട് ഒരു വെള്ളരി പ്രാവിനെ പോലെ തന്റെ കരങ്ങൾ വാനിലുയർത്തി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ നാടിന്റെ പ്രിയങ്കരനായ പടനായകനിത കടന്നു വരികയാണ്. ഡോക്ടർ ശശി തരൂർ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ വരികയാണ്. ഐക്യത്തിന്റെ പ്രതീകം, സ്നേഹത്തിന്റെ പ്രതീകം. ഈ നാടിന്റെ പ്രിയപ്പെട്ടവൻ പ്രിയങ്കനായ സാരഥി ശശി തരൂർ ഇതാ വരുന്നു, കടന്നു വരുന്നു. ആർത്തിരമ്പുന്ന തിരമാല പോലെ, ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ, അടികളിൽ ആവേശത്തിന്റെ വീഴ്ചകൾ കടത്തിയ ശശി തരൂരിന്റെ അടയാളത്തിൽ ഓട്ടുനോക്കി തന്നെ വിജയിപ്പിക്കണമേ എന്ന് വിനയ പരിശ്രമം അഭ്യർത്ഥിച്ചുകൊണ്ട് അനന്തപുരിയുടെ വികസന നായകൻ